ഭരണാധികാരികൾ, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികൾ കൊണ്ട് ലോകം നിറയും. ഭരണാധികാരികൾ ജനങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. എല്ലാം മഹാഭാരതത്തിലുണ്ട്. ധർമ്മം ഉണ്ടാവില്ല. ഇതേ മതപക്ഷത്തുള്ള ആളുകൾ നിരീശ്വരവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുക. മഹാഭാരതത്തിലുണ്ട്. ദൈവചിന്ത മനുഷ്യർക്ക് ഉണ്ടാവില്ല. ദൈവമേ എന്ന് പറയില്ല. ദൈവമുണ്ടോ? ആരാധിക്കുന്നവർക്ക് പോലും ദൈവമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും. മതം ഉണ്ടാവും, ദൈവത്തിന് ആളുണ്ടാവില്ല. മതസംഘടന വളരും, ധർമ്മവും നീതിയും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ഏതൊരു മതം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും അന്ത്യദിനം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് മതം എടുത്ത് പരിശോധിച്ചാലും അതാണ് സത്യം. ഏത് മതത്തിൻ്റെ സത്യങ്ങളെയും നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടും. മനുഷ്യൻ വലിയ ആപത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കുമെന്ന് പറയുന്ന അനവധി ആളുകളെ എനിക്കറിയും. അത് സംഭവിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്ന ആളുകളെ എനിക്കറിയും. അതിന് അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. എവിടെയും മനുഷ്യന് ധർമ്മവും നീതിയും നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും പിഴച്ചത് പണ്ഡിതന്മാർക്കാണ്. വേറെ ആരും കുറ്റം പറയണ്ട. എല്ലാ മതത്തിലും പിഴച്ച പണ്ഡിതന്മാർക്കാണ്. കാരണം പണ്ഡിതൻ നന്നായ ലോകം നന്നാവും. പണ്ഡിതന്മാർ നന്നാവാത്തതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ച മുഴുവനും ദുരന്തത്തിന് കാരണം. എല്ലാ മതത്തിലും പിഴച്ചത് പണ്ഡിതന്മാർക്ക് മാത്രമാണ്. വേറെ നാട്ടുകാരെ വെറുതെ കുറ്റം പറയാ. നിഴലിനെ എന്തിനാ കുറ്റം പറയണത്? നാട്ടക്കല്ലേ പ്രശ്നം. ജനം എപ്പോഴും നാട്ടയുടെ നിഴല് പോലെയാണ്, പണ്ഡിതന്റെ നിഴലാണ് ലോകത്തെ മൊത്തം ജനങ്ങളും. ഉദാഹരണം പറയുക, ഹൈന്ദവ പണ്ഡിതന്മാരെ മുഴുവനും എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് ഹിന്ദുക്കളോട് പറഞ്ഞാൽ ഹിന്ദുക്കൾ നല്ലവരാണ്, ഒരു നന്മ തുടരും. ലോകത്തെ ഏറ്റവും നന്മയുള്ള ഒരു സംസ്കാരത്തിൽപ്പെട്ടതാണ് ഹൈന്ദവ സംസ്കാരം. എത്ര നന്മയാണ് അതുകൊണ്ടൊക്കെ ലോകത്തുണ്ടായിട്ടുള്ളത്. പക്ഷെ അടുത്ത കാലത്ത് അത് പറഞ്ഞു കൊടുക്കുന്ന പണി അവർ നിർത്തി. മുസ്ലിമുകൾ നിർത്തി, ക്രിസ്ത്യാനികൾ നിർത്തി, ജനങ്ങൾ പരസ്പരം വാളെടുത്തു. ഇവിടെയെല്ലാം അടിസ്ഥാനമായി ഇതിലെല്ലാം അനവധി ശ്ലോകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ശ്ലോകങ്ങളെല്ലാം ഏകദേശമെല്ലാം ആക്ഷേപിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. അവർ നന്നായിത്തീർന്നാൽ നന്നാവാത്തൊരു കാര്യം ഉണ്ടാവില്ല. സമൂഹം ഗൗരവമായി ചിന്തിക്കണം എന്ന നിലയിലാണ് ഈ വിജ്ഞാന സ്രോതസ്സ് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളും മറ്റുമൊക്കെ, ഞാൻ അത്ര വലിയൊരു സംസ്കൃത പണ്ഡിതനല്ല. വളരെ കഷ്ടപ്പെട്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. ഈ വർഷം ഒരുപാട് സംസ്കൃതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് വന്നു. വിഷ്ണു പുരാണം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു പുരാണമൊക്കെ വലിയ അത്ഭുതകരമായ വിജ്ഞാനങ്ങൾ എൻ്റെ മുന്നിൽ തന്നിട്ടുണ്ട്. ഞാനത് പിന്നീട് പറയാം. ഞാൻ സംസ്കൃത പണ്ഡിതനല്ല. സ്വാഭാവികമായും എവിടെയെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അതിനെ പണ്ഡിതന്മാർ ക്ഷമിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഉള്ളിലേക്ക് നമ്മൾ ചെന്നാൽ ധർമ്മമെല്ലാം ഒന്നാണ്. എല്ലാ മതങ്ങളും ഒന്നല്ല, ധർമ്മം ഒന്നാണ്. ധർമ്മം മതം എല്ലാം ഒന്നല്ല. ദൈവം എല്ലാം ഒന്നാണെന്നൊന്നും എനിക്ക് വാദമില്ല. എല്ലാ ദൈവത്തിനും എല്ലാവരും വിചാരിക്കുന്ന ദൈവം ഒന്നാണെന്നൊന്നും വാദമല്ല. എല്ലാ മതം ഒന്നാണെന്ന് വാദമല്ല. ധർമ്മം ഒന്നാണ്. കാരണം കള്ളു കുടിക്കരുതെന്ന് ഹൈന്ദവതയുടെ നിയമമാണ്, ക്രിസ്ത്യരുടെ നിയമമാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. വ്യഭിചരിക്കരുത് എന്നത് ഹിന്ദു മതത്തിൽ നിയമമാണ്, ക്രിസ്തു മതത്തിൽ നിയമമാണ്, ഇസ്ലാം മതത്തിൽ നിയമമാണ്. അതാണ് ധർമ്മം. വിശ്വാസമല്ല, ധർമ്മമല്ല ഒന്നാണ്. മദ്യപാനം തെറ്റാണ് എന്ന് പറയാത്ത ഒരു മതമല്ല, ധർമ്മത്തിനെതിരാണ്. മോഷണം തെറ്റാണെന്ന് പറയാത്ത ഒരു മതമല്ല, ധർമ്മത്തിനെതിരാണ്. ഗുരുവിനെ വണങ്ങണം. ഗുരുവിനെ മാതാപിതാ ഗുരു ദൈവം, ഇതാണ് ഹിന്ദുമതം. ഇത് നമുക്കും അങ്ങനെ തന്നെയല്ലേ? ഇതിലാണ് അധിഷ്ഠിതം. ഇതിലധിഷ്ഠിതമാണ് ഹിന്ദുമതം. ഇത് നമുക്കും അങ്ങനെ തന്നെയല്ലേ? വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ചോനെ പേടിക്കണം, മാതാപിതാക്കൾ പേടിക്കണം. ഉസ്താദോ മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുൽ ലഹു. ഒരാളിൽ നിന്ന് ഒരക്ഷരം പഠിച്ചാൽ അവൻ ആ ഉസ്താദിന്റെ അടിമയായിരിക്കണം. പുണ്യ റസൂൽ. ഒരാളിൽ നിന്ന് ഒരക്ഷരം പഠിച്ചാൽ പഠിച്ചവൻ പഠിപ്പിച്ച ഗുരുനാഥന്റെ അടിമയായി കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. വേണമെങ്കിൽ ഉസ്താദിനെ തന്നെ മോചിപ്പിക്കാം, അടിമയാക്കാം. വേണമെങ്കിൽ മോചിപ്പിക്കാം. പഠിച്ചു കഴിഞ്ഞ് പോകാനായപ്പോൾ ഉസ്താദ് പറഞ്ഞു തൻ്റെ കാണാൻ കൊള്ളാത്ത മോളെ കെട്ടണം. ഉടനെ സ്വീകരിച്ചു. കാണാൻ കൊള്ളാത്ത മകളെ കെട്ടി ശിഷ്യൻ. ആരുടെ? ഉസ്താദ്. എന്നിട്ട് ആ പെണ്ണിനെ പൊറുപ്പിച്ച് ഏറ്റിക്കൊണ്ട് നടന്നു. എനിക്കറിയുന്ന സംഭവങ്ങൾ എൻ്റെ കായസിലുണ്ട്. എന്ത്? കാണാൻ കൊള്ളുന്ന ശിഷ്യൻ ഉസ്താദിൻ്റെ കാണാൻ കൊള്ളാത്ത മകളെ കെട്ടി. ആരുടെ ഇഷ്ടം? ഉസ്താദിൻ്റെ ഇഷ്ടം. അങ്ങനെയാണ്. മാതാപിതാ ഗുരു ദൈവം. ഇതൊക്കെ ഒന്ന് പോയി പിന്നെ എങ്ങനെ ധർമ്മം ഉണ്ടാവുക? അപ്പൊ ഈ ധർമ്മത്തിലെല്ലാം മതം ഒന്നാണ്. തന്നെ ക്രിസ്തു മതം.
കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഗുരു നിന്ദ പാടില്ല, പണ്ഡിത നിന്ദ പാടില്ല. ഇതന്നെ ഹിന്ദു മതം, അതെന്നെ ഇസ്ലാം മതം, അതെന്നെ ക്രിസ്തു മതം അല്ലേ? നമ്മളെ നാട്ടിലെ മതങ്ങൾ അതാണല്ലോ. ധർമ്മത്തിലല്ല മതം ഒന്നാ. ഈ ധർമ്മത്തിനെതിരാണ് ആര്? നിരീശ്വരവാദി. അപ്പോൾ ഒന്നിച്ചെതിർക്കേണ്ടത് ആരെ? ധർമ്മത്തിനെതിരായവനെ. അതാരാ? നിരീശ്വരവാദി. അതേ സമയത്ത് ഇസ്ലാമിനെ നിരീശ്വരവാദി വിമർശിക്കുമ്പോൾ മറ്റു മതക്കാർ കൂടി കൊടുക്കും. ക്രിസ്തു മതത്തെ നിരീശ്വരവാദി എതിർക്കുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ട് കൂടി കൊടുക്കും. ആർക്കാ ലാഭം? നിരീശ്വരവാദിക്ക്. ലോകത്തിന് അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സ മതിലടുപെട്ട ലകാല മൃത്യുഫലം. ഉള്ളൂര്. അതിനൊരരിയാം. ലോകത്തിനൊരു ശത്രുവേ ഉള്ളൂ, അരി, ശത്രു. അതിനൊരരിയാം നാസ്തിക്യം. അതെന്താ? നിരീശ്വരവാദം. ലോകത്തിന് ശത്രു ഉള്ളൂ. അതാരാ? ഉള്ളൂരിലെ പരമേശ്വരയ്യരുടെ കവിത. ലോകത്ത് സ്വമേധയ ദോഷമായ സാധനമാണ് എന്ത്? നിരീശ്വരവാദം. ലോകത്തിനഹോ തമസ്സ, അത് ഇരുട്ട. അതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. അതിലാരെങ്കിലും ചെന്നുപെട്ടാൽ മരിക്കണതിന് മുമ്പ് തന്നെ അവന്റെ ഹൃദയം മരിച്ചു. എന്തിൽപ്പെട്ടാൽ? നിരീശ്വരവാദത്തിൽപ്പെട്ടാൽ. ആ നിരീശ്വരവാദിക്ക് വേണ്ടി എല്ലാവരും വാദിക്കും. ധർമ്മം എല്ലാവരും ഒന്നാണ്, എല്ലാ ധർമ്മങ്ങളും ഒന്നാണ്. ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുക. മതങ്ങൾ ഒന്നാകണമെന്നല്ല, മതം ഒന്നാകാനും കഴിയില്ല. ഓരോ മതത്തിനും ആ മതത്തിൻ്റെ രീതിയുണ്ട്, ആചാരമുണ്ട്, വിശ്വാസമുണ്ട്. സർവ്വമത സത്യവാദം ഭൂലോകം കണ്ട ഏറ്റവും വലിയ പോഷ്കാണ്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സർവ്വമത സത്യവാദമല്ല. ധർമ്മ സംസ്ഥാപനത്തിൽ എല്ലാവരും യോജിക്കണം. അതിനാരും എതിരല്ല. പരിത്രാണയ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കൃഷ്ണൻ പറഞ്ഞു അർജുനനോട്, എപ്പോൾ ധർമ്മം നഷ്ടപ്പെടുമോ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വരും. ഇവിടെ ധർമ്മം നഷ്ടപ്പെടുന്നത്